രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം നിഷേധിച്ച് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഉത്തരവിലെ വിശദാംശങ്ങൾ 24-ന് ലഭിച്ചു. മുൻകൂർ ജാമ്യം നിഷേധിച്ചത് പ്രതി MLA ആയതുകൊണ്ടാണ്. പ്രതി പദവി ഉപയോഗിച്ച് കേസിൽ സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട് എന്ന് ഉത്തരവിൽ പറയുന്നു. ഷഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായി. ഷഫീദ്, പ്രോസിക്യൂഷൻ ഒരു വാദമുഖം ഉന്നയിച്ചതും അതുതന്നെയാണ്, ജാമ്യം ലഭിച്ചാൽ ഈ കേസിന്റെ അന്വേഷണത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നത്. ഏതായാലും കോടതിയുടെ ഉത്തരവിൽ പറയുന്നത് എന്താണ്? അനിത, വളരെ പ്രധാനപ്പെട്ട കോടതി ഉത്തരവിന്റെ പകർപ്പാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതിൽ തന്നെ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് ആന്റിസിപ്പേറ്ററി ബെയിൽ മുൻകൂർ ജാമ്യം നിഷേധിച്ചുകൊണ്ട് തിരുവനന്തപുരം സെഷൻസ് കോടതി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രൗണ്ട് എടുക്കാൻ കാരണം അദ്ദേഹം ഒരു MLA ആയതുകൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ അദ്ദേഹം ഒരു പവർ പൊസിഷനിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെയാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നുണ്ട് കോടതി. അതായത് ഈ പ്രതി പദവി ഉപയോഗിച്ച് കേസിൽ സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കോടതി നിരീക്ഷിക്കുന്നുണ്ട്. സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവ് നശിപ്പിക്കാനും സാധ്യതയെന്നും കോടതി പറയുന്നുണ്ട്. അത് ചില മുൻകാല കേസുകളുടെ ചരിത്രമടക്കം റിമാർക്ക് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇങ്ങനെ ഒരു ഉത്തരവ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതിൽ കൃത്യമായി തന്നെ പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: കൺസിഡറിംഗ് ദ സീരിയസ് അലിഗേഷൻ അഗെയിൻസ്റ്റ് ദ പെറ്റീഷൻ ആൻഡ് ദ ഗ്രാവിറ്റി ഓഫ് ദ ഒഫൻസ്. അതായത് ഈ കുറ്റകൃത്യത്തിന്റെ ഗ്രാവിറ്റി അത് കോടതി മനസ്സിലാക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഇറ്റ് അപ്പിയേഴ്സ് ദ ഗ്രാന്റിംഗ് ദ പെറ്റീഷണർ വിത്ത് ആൻ ഓർഡർ ഓഫ് പ്രീ അറസ്റ്റ് ബെയിൽ വിൽ അഡ്വേഴ്സ്ലി അഫക്ട് ദ ഇൻവെസ്റ്റിഗേഷൻ. അതായത് ഏതെങ്കിലും തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം അനുവദിച്ചു കഴിഞ്ഞാൽ അത് അന്വേഷണത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇഫ് ആൻ ഓർഡർ ഓഫ് പ്രീ അറസ്റ്റ് ബെയിൽ ഈസ് ഗ്രാന്റഡ്, ഹി ഈസ് ലൈക്ലി ടു ഇൻഫ്ലുവൻസ് ദ വിറ്റ്നസ് ആൻഡ് ടാമ്പർ ദ എവിഡൻസ്. അതായത് തെളിവ് നശിപ്പിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും സാധ്യതയുണ്ട്. ഇത്തരം ആസ്പെക്ടുകളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രീ അറസ്റ്റ് ബെയിൽ, അതായത് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്നു എന്നുള്ളതാണ് പറയുന്ന കാര്യം. മാത്രമല്ല, ഒരു കാര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. അതായത് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ അത് ഈ ഘട്ടത്തിൽ കോടതിക്ക് കാണാൻ കഴിയില്ല. മാത്രമല്ല, ഈ ഘട്ടത്തിൽ ഈ കേസാണ് കോടതി കാണുന്നത് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായും എടുത്തു പറയുന്നത് ഇൻ ദ ബാക്ക്ഡ്രോപ്പ് ഓഫ് പർസ്യൂയിങ് election and in view of the fact that the petitioner being a prominent politician lodging the complaint to ignite a controversy cannot be ruled out. അതായത് ഒരു രാഷ്ട്രീയ സാഹചര്യം, അതായത് തെരഞ്ഞെടുപ്പ് എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇയാൾ ഒരു പൊളിറ്റീഷ്യനാണെന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ അത് അംഗീകരിക്കാൻ കഴിയില്ല. ദിസ് കോർട്ട് ഈസ് നോട്ട് ഒബ്ലിവിയസ് ഓഫ് ദ സെനാരിയോ ഓർ ബാക്ക്ഡ്രോപ്പ് അപ്പോൺ വിച്ച് ഈസ് കംപ്ലൈന്റ് ഈസ് ഇനിഷ്യേറ്റഡ് ആഫ്റ്റർ എ കൺസിഡറബിൾ ഡിലേ. അതായത് ഏതെങ്കിലും തരത്തിൽ ഈ പരാതി വൈകാനുള്ള കാരണം അടക്കമുള്ള കാര്യങ്ങൾ ഈ ഘട്ടത്തിൽ പരിഗണിക്കണം എന്ന് തോന്നുന്നില്ല. പക്ഷേ മെറ്റീരിയൽസ് പ്ലേസ്ഡ് ബൈ ദ പ്രോസിക്യൂഷൻ, അതായത് പ്രോസിക്യൂഷൻ കോടതിക്ക് മുൻപിലേക്ക് കൊണ്ടുവന്ന തെളിവുകൾ പരിശോധിക്കുമ്പോൾ പ്രൈമ ഫേസിയ ഷോസ് ദ ഇൻവോൾവ്മെന്റ് ഓഫ് പെറ്റീഷണർ ഇൻ ദ ഒഫൻസ് അലീഗഡ്. അതായത് ഈ കേസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രാഥമികമായി അല്ലെങ്കിൽ പ്രഥമ ദൃഷ്ടിയാൽ അത്തരം കാര്യങ്ങൾ സത്യമാണെന്നുള്ള കാര്യം തെളിയിക്കുന്നുണ്ട്. ഇറ്റ് അപ്പിയേഴ്സ് ദാറ്റ് എക്സെപ്ഷണൽ ജുറിസ്ഡിക്ഷൻ ടു ഗ്രാന്റ് എ പ്രീ അറസ്റ്റ് ബെയിൽ കനോട്ട് ബി ഇൻവോക്ഡ് ഇൻ ദിസ് കേസ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന് ആന്റിസിപ്പേറ്ററി ബെയിൽ അനുവദിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഈ ഉത്തരവിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഏതെങ്കിലും തരത്തിൽ ഇയാളൊരു പൊളിറ്റീഷ്യൻ ആയതുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് സാഹചര്യം അത് ഈ കേസുമായി ബന്ധപ്പെട്ട് പരിഗണിക്കാൻ കഴിയില്ല. പ്രോസിക്യൂഷൻ കോടതിക്ക് മുൻപിലേക്ക് കൊണ്ടുവന്ന പ്രാഥമിക തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ കുറ്റത്തിൽ രാഹുൽ മാങ്കൂട്ടത്തൻ പ്രാഥമികമായി അദ്ദേഹം തെറ്റുകാരനാണ്, അല്ലെങ്കിൽ പ്രാഥമികമായി അദ്ദേഹത്തിനെതിരെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നത് വ്യക്തമാകുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം നൽകുക അത് സാധ്യമല്ല. മാത്രമല്ല, അദ്ദേഹം കഴമ്പുള്ള പരാതി എന്ന തരത്തിലേക്ക് കോടതിക്ക് ബോധ്യപ്പെട്ടു പ്രഥമ ദൃഷ്ട്യ എന്നുള്ളതാണ് പറയുന്നത്. ഒപ്പം തന്നെ MLA ആയതുകൊണ്ട് ഇതിൽ സ്വാധീനം ചെലുത്താനുള്ള സാധ്യതയുണ്ട് പദവി ഉപയോഗിച്ച് എന്നുകൂടി ഉത്തരവിൽ കോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഷഫീദ് റാവുത്തറാണ് വിശദമായി തന്നെ കാര്യങ്ങൾ പ്രേക്ഷകരെ അറിയിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.